നമ്മളെന്തായാലും മഞ്ചേരി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടെ ഒരു കസിൻ്റെ വീടുണ്ടാവും. റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചാവക്കാട് നിന്ന് വടക്ക് വശത്തേക്ക് ഒരുവിധം അടിപൊളിയാക്കിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് റോഡ് പണി കംപ്ലീറ്റ് ആവാത്തുള്ളൂ. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോവാം. ഈ ഒരു പ്ലേസ് ഉണ്ട്, 2 വശം ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതേതാ പ്ലേസ് എന്ന് അത്ര പിടുത്തമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നീണ്ടിങ്ങനെ കിടക്കുക റോഡ്. അപ്പോൾ ആ ട്രക്ക് പോണതിൻ്റെ ആ ഭാഗത്തൊക്കെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ വേറെ അറ്റം കാണാം. അത് പൊങ്ങിക്കിടക്കുക ആ ഭാഗത്തായിട്ട്. ഇത് അടിപൊളി വ്യൂ ഇട്ട് ഇവിടെ നിന്ന് ഏതാ സ്ഥലം എന്ന് പിടുത്തല്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയത്. അപ്പോൾ വെജ് ഹോട്ടൽ നോക്കിയിട്ട് തന്നെ കയറി. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നേരം ബോറടിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയ പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അതെന്തായാലും നല്ല കാര്യമാണ്. 2 ഉഴുന്നുവട ഓർഡർ ചെയ്തു. ആദ്യം തന്നെ കുറേ നേരം യാത്ര ചെയ്തുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ വേറെ എവിടെയും വണ്ടിയൊന്നും നിർത്താൻ പോയില്ല. നമ്മുടെ അവിടുത്തെ പോലെ സാമ്പാറായിരുന്നില്ല കേട്ടോ. ഒരു മീൻ കറിയൊക്കെ വെക്കില്ലേ, അങ്ങനെ പുളിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കറിയായിരുന്നു ചട്നിയുടെ കൂടെ കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശ ഒരു വിധം തിരക്കേടുണ്ടായിരുന്നില്ല. എന്തായാലും വേഗം കഴിച്ചിറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. വീടൊരു പഴയ വീടാണ്, പക്ഷെ കാണാൻ അടിപൊളിയാട്ടോ. ഫ്രണ്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു സംഭവം കാണാൻ പറ്റി. പത്രമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് PVC പൈപ്പ് വെക്കില്ല, അതിൽ കിളി കൂട് കൂട്ടിയിരിക്കുന്നുണ്ട്. ഈ വണ്ണാത്തിപ്പുള്ള് എന്നൊക്കെ പറയില്ല, വാലാട്ടിക്കിളി, അതിൻ്റെ കൂടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കിളിക്കുട്ടികളുണ്ടെന്ന് പിള്ളേർ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും കാണില്ല. നമ്മൾ ഇവിടെ നിൽക്കണ കാരണം കിളി ഇങ്ങനെ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പക്ഷെ ഇവിടം വരെ വന്നു, പക്ഷെ കയറുന്നില്ല ആൾ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, തീറ്റ കൊടുക്കുമെന്ന് നോക്കാം. തീറ്റ കൊടുത്ത് പോയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫ്ലാഷ് അങ്ങനെ അടിച്ച് നോക്കി നോക്കാം കുട്ടികളുണ്ടോന്ന്. നമ്മുടെ ചുറ്റിത്തിരിയിൽ കണ്ടപ്പോൾ കിളി പറന്നു പോയിട്ടാ. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഫ്ലാഷ് അടിച്ച് നോക്കിയപ്പോൾ 2 കിളിക്കുട്ടന്മാരെ കാണുന്നുണ്ട്. ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ കുറേ വിശേഷങ്ങളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം.